സാരഥിക്ക് കിരീടം വെക്കാനുള്ള അവകാശമില്ല. തലപ്പാവാണ്. നിങ്ങൾ കൽക്കി സിനിമയെ കണ്ടിട്ടുണ്ടാവും. അതിലെന്തോ അറിഞ്ഞോ അറിയാണ്ടേ അവർ ചെയ്താണെന്ന് എനിക്കറിയില്ല. ചെയ്തപ്പോ തലപ്പാവായി. സത്യം. കിരീടമില്ല, തലയിൽ കെട്ടാണ്, കെട്ടിയിട്ടാണ്. കയ്യിൽ ചമ്മട്ടി, പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ശംഖ്, പാഞ്ചജന്യം. ഇങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാൻ രൂപം കാണുമ്പോൾ കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എന്നൊക്കെ നമ്മൾ ഭഗവാനെ പ്രകീർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഭഗവാനിലുള്ള ഗുരുഭാവത്തെ കൂടി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ പേരിൽ പോലും ആ ഗുരുശബ്ദം ആദ്യം നിന്ന് ആത്യന്തികമായിട്ട് ഞാൻ ഗുരുനാഥനാണ് എന്നുള്ള ഭാവം. ഇതേ ഭാവം നിങ്ങൾക്ക് ശാസ്താവിന് കാണാൻ പറ്റും. ശാസ്താവിനെ വിളിക്കുക തന്നെ, ശാസ്താവ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ശാസിച്ച് പഠിപ്പിക്കുന്നവെന്നാണ്, ചൈത്യം പഠിപ്പിക്കുന്നവെന്നാണ്. പഠിപ്പിക്കുന്നവൻ ഗുരുവാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ ഈശ്വര സങ്കല്പങ്ങൾക്കൊക്കെ ഉള്ളത് ഈ ഗുരുഭാവം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ആധ്യാത്മികതയ്ക്ക് പറ്റിയൊരു പ്രശ്നം, ഈ ഗുരുഭാവം എന്തോ ഉയർന്നതാണെന്ന് കരുതി നമ്മൾ അതിനെങ്ങനെ മാറ്റി വെച്ചു. ബാക്കിയുള്ള കൃഷ്ണനെയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. വെണ്ണ കഴിക്കണ കൃഷ്ണൻ, രുക്മിണി സ്വയംവരത്തിലുള്ള കൃഷ്ണൻ, ഗോപസ്ത്രീകളുടെ കൂടെ രാസക്രീഡ നടക്കുന്ന കൃഷ്ണൻ, യശോദയുടെ കൃഷ്ണൻ ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഭഗവാൻ ഇങ്ങോട്ട് സീരിയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കൃഷ്ണനോട് എന്തോ ഒരു അകൽച്ച